ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നൊരു നിർണായക ദിവസമാണ്. ഡി മണിയും ബാലമുരുകനും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഡിണ്ടിഗലിൽ നിന്ന് ചോദ്യം ചെയ്യലിനായി ഇന്ന് രാവിലെ 10:15 ഇരുവരും ഹാജരായി. ദാവൂദ് മണിയെന്നും ഓട്ടോ മണിയെന്നും പോപ്കോൺ മണിയെന്നും തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്ന MS മണിയെ ഡിണ്ടിഗലിലെത്തി ഇതിനു മുൻപ് SIT ചോദ്യം ചെയ്തിരുന്നു. അന്ന് നൽകിയ സമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ ഓഫീസിൽ ഡി മണിയും സംഘാംഗങ്ങളും ഹാജരായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് R അനന്തകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഡി മണി കഴിഞ്ഞ 6 വർഷം കൊണ്ടുണ്ടാക്കിയ സാമ്പത്തിക വളർച്ച അത് ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലുണ്ട്. അതോടൊപ്പം എന്തുകൊണ്ട് ഇത്രയധികം സ്വാധീനമുള്ള ഉന്നത തലത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡി മണി സ്വന്തം പേരിൽ, സ്വന്തം വിലാസത്തിൽ, സ്വന്തം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു സിം കാർഡ് എടുക്കുന്നില്ല എന്ന ചോദ്യമുണ്ട്. അതിനൊക്കെ ഇന്ന് മറുപടി കിട്ടുമോ? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഡി മണി എന്ന് സംശയിക്കുന്ന MS മണി എന്ന സുബ്രമണി മറുപടി പറയേണ്ടതുണ്ട്. ഡിണ്ടിഗലിൽ നിന്ന് ഡി മണിയും ഒപ്പം തന്നെ സുഹൃത്ത് ബാലമുരുകനും അല്പസമയം മുമ്പാണ് SITയുടെ ഈഞ്ചക്കലിൽ ഓഫീസിലേക്ക് എത്തിയത്. അഭിഭാഷകരും ബന്ധുക്കളുമൊക്കെ ഒപ്പമുണ്ട്. കാറിലാണ് രണ്ടുപേരും വന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. കാരണം SIT തലവനായ SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഈ മണിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് SITക്ക് അറിയേണ്ടത്. കാരണം ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണി എന്ന ദാവൂദ് മണിയും തമ്മിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു രഹസ്യ വിവരമാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെയുള്ളത്. അതിലേക്ക് നയിക്കാവുന്ന ഒരു ഫോൺ നമ്പറും SITക്ക് ലഭിച്ചിരുന്നു. ആ നമ്പർ കേന്ദ്രീകരിച്ച അന്വേഷണമാണ് SITയെ ഡിണ്ടിഗലിലെ ബാലമുരുകനിലേക്കും അവിടെ നിന്ന് ഈ MS മണി എന്ന സുബ്രമണിയിലേക്കും എത്തിച്ചത്. അവിടെ SITയുടെ മുന്നിൽ ചോദ്യം ചെയ്യാനായി ഡിണ്ടിഗലിൽ ഇരുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ മണിയാണ്. തനിക്ക് ഡി മണിയോ ദാവൂദ് മണിയായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നാണ് അയാൾ അന്ന് പറഞ്ഞു ഒഴിഞ്ഞത്. പക്ഷേ അന്ന് നമ്മളും SITയും ഒക്കെ ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ അവിടെ കണ്ട ഇപ്പോൾ ഈ SITക്ക് മുൻപാകെ വന്നിരിക്കുന്ന മണിക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഒരുപാട് മുഖങ്ങളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. കാരണം ദാവൂദ് മണി ഡി മണി എന്ന ആൾ ഞാനല്ലെന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടെത്തിയ ആ ഡിണ്ടിഗലിലെ മണിക്ക് കുറേ പേരുകളുണ്ട്. ഡയമണ്ട് മണി എന്ന പേരുണ്ട്, ഓട്ടോ മണി എന്ന പേരുണ്ട്, പോപ്കോൺ മണി എന്ന പേരുണ്ട്, ചീറ്റിംഗ് മണി എന്ന പേരുണ്ട്. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന മണിയാണ്. അപ്പോൾ ഇനി അയാൾ പറയുന്നത് തനിക്ക് വിഗ്രഹ ബിസിനസ്സോ ആൻറ്റിക് ബിസിനസ്സോ ഇല്ലെന്നാണ്. പക്ഷേ ഇയാളുടെ മുഖം, ദൃശ്യങ്ങൾ പുറത്തു വന്ന മാത്രയിൽ അന്വേഷണ സംഘം വിവരം നൽകിയ വ്യവസായവുമായി ബന്ധപ്പെടുമ്പോൾ ഇതുതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച മണി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതോടുകൂടി രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആവുകയാണ്. ഇപ്പോൾ അനന്തൻ പറഞ്ഞ ഈ വ്യവസായിയുടെ മൊഴി മാത്രമാണ് SITക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നൽകിയ മൊഴിയിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ആ വിവരങ്ങൾ ശരിയാണോ, അതിലെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ഡി മണി സത്യസന്ധമായ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം. തീർച്ചയായിട്ടും. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല തൻ്റെ ഒരു സുഹൃത്ത് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്ത് നേരിട്ട് മൊഴി നൽകാൻ തയ്യാറാണ് എന്നൊക്കെ SITയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വിദേശ വ്യവസായി SITക്ക് മുൻപാകെ എത്തി ചില വിവരങ്ങൾ കൈമാറിയത്. അപ്പോഴും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതൊക്കെ ചില അറിവുകൾ മാത്രമാണ്, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമില്ല എന്നുള്ളത്. അപ്പോൾ ഈ വ്യവസായിയും പറയുന്നത് തനിക്ക് കിട്ടിയ വിവരമാണ് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ചില ഇടപാടുകൾ ഈ പോറ്റിയും ഈ ഡി മണി എന്ന് പറയുന്ന ആളും തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ അനുമാനം. അങ്ങനെ വരുമ്പോൾ അത് പക്ഷേ ഡയറക്റ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് ഇതുവരെ SITക്ക് കിട്ടിയതായി നമ്മുടെ മുമ്പിൽ തെളിവില്ല. ഇതുവരെയുള്ള SITയുടെ അന്വേഷണത്തിൽ ഇങ്ങനൊരു കഥാപാത്രം, ഡി മണി എന്നൊരു കഥാപാത്രം ആരുടെയും മൊഴിയിലോ അതല്ലെങ്കിൽ അനന്തനിലേക്ക് മടങ്ങി വരാം. എന്തായാലും 10:15 ബാലമുരുകനും ഡി മണിയും ഒക്കെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്.